ഇടുക്കിയിലെ കർഷകരുടെ പ്രതിസന്ധിയെക്കുറിച്ചാണ്. വേനൽക്കാലത്തെ കനത്ത ചൂടിനെ അതിജീവിച്ച് ഏലം കൃഷി പരിപാലിച്ച ഇടുക്കിയിലെ കർഷകർക്ക് മഴക്കാലത്തിന്റെ തുടക്കം തന്നെ കിട്ടിയത് കനത്ത തിരിച്ചടിയാണ്. അതിതീവ്ര മഴയ്ക്കൊപ്പം വീശിയടിച്ച ശക്തമായ കാറ്റിൽ ഏക്കർ കണക്കിന് ഭൂമിയിൽ ഏലം കൃഷി നശിച്ചു. വിളവെടുപ്പ് സീസണിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായ കനത്ത നഷ്ടം എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നാണ് കർഷകരുടെ ആശങ്ക. കഴിഞ്ഞ വർഷത്തെ വേനൽ ചൂടിൽ കരിഞ്ഞുണങ്ങിയ ഏലച്ചെടികൾ ഒന്ന് പച്ച പിടിച്ചു വന്നതാണ്. ഈ വർഷത്തെ വേനൽ മഴയും കർഷകരെ ചതിച്ചില്ല. എന്നാൽ കാലവർഷത്തിന്റെ ആദ്യ ആഴ്ചയിൽ തന്നെ ആർത്തിരമ്പിയ മഴ വലിയ ദുരിതമാണ് ഏലം കർഷകർക്ക് ഇപ്പോൾ സമ്മാനിച്ചിരിക്കുന്നത്. കാലവർഷത്തിന്റെ തുടക്ക ആഴ്ചയിൽ പെയ്ത കനത്ത മഴ ഇടുക്കി ജില്ലയിലെ കാർഷിക മേഖലയ്ക്ക് കനത്ത നഷ്ടം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടത് ഏലം കർഷകരാണ്. 1159 കർഷകരുടെ 2000 ഹെക്ടർ ഭൂമിയിലെ ഏലം കൃഷിയാണ് കനത്ത മഴയിലും കാറ്റിലും നശിച്ചത്. 140 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി. വിവിധ കൃഷി ഓഫീസുകളിൽ നാശനഷ്ടം സംബന്ധിച്ച് അറിയിപ്പ് നൽകിയവരെ അടിസ്ഥാനമാക്കിയുള്ള കണക്കാണിത്. നിലവിൽ 100 കണക്കിന് ഏലം കർഷകർ ഇനിയും അപേക്ഷ നൽകാനുണ്ട്. അങ്ങനെയെങ്കിൽ നഷ്ടത്തിന്റെ കണക്ക് ഇനിയും ഉയരും. ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ചിട്ട് ഈ വർഷം മെച്ചപ്പെട്ട വിലയും മെച്ചപ്പെട്ട ഉൽപ്പാദനവും ഉള്ളൊരു വർഷമായിരുന്നു. പക്ഷേ മുൻകാലങ്ങളെ അപേക്ഷിച്ച് അതിശക്തമായ കാറ്റും മഴയുമായിരുന്നു. അപ്പോൾ ഏക്കർ കണക്കിന് ഇങ്ങനെ ഇതുപോലെ ഒടിഞ്ഞുപോയി. അപ്പോൾ അത് കർഷകർക്കൊരു പ്രയോജനത്തിൽ വരാത്തൊരു അവസ്ഥയിലാണ് ഈ രാജകുമാരി, ഉടുമ്പൻചോല പ്രദേശങ്ങളിൽ എല്ലാം ഈ ഏലകൃഷി മൊത്തം ഒടിഞ്ഞ് പോയിരിക്കുന്നത്. സർക്കാരിന്റെയോ സ്പൈസസ് ബോർഡിന്റെയോ അടിയന്തര സഹായം ഉണ്ടായില്ലെങ്കിൽ കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. വേനൽ വന്നു കഴിഞ്ഞപ്പോൾ നനച്ചും ലോൺ എടുത്തും സംഘങ്ങൾ വഴിയും കുടുംബശ്രീ വഴിയും ഗോൾഡൊക്കെ പണയം വെച്ചും അങ്ങനെയൊക്കെയാണ് കൃഷി ചെയ്തത്. നല്ല വിളവ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ വന്നപ്പോഴത്തേക്കും കാറ്റും മഴയും വന്ന് 3/4 ഭാഗം ഒടിച്ചു കളഞ്ഞു. സർക്കാർ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. കൃഷിനാശത്തിന് സംബന്ധിച്ച വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കൃഷിക്കാർ. ഏറെ നാളുകൾക്ക് ശേഷം മെച്ചപ്പെട്ട വിലയും വിളയും ലഭിക്കുന്ന ഘട്ടത്തിലാണ് കർഷകർക്ക് ഈ പ്രതിസന്ധി നേരിടേണ്ടി വന്നിട്ടുള്ളത്. വലിയ തുക മുടക്കി പരിപാലിച്ചു പോന്നിരുന്ന ഏലം ചെടികൾ നശിച്ചതിൽ അധികൃതർ അടിയന്തരമായി ഇടപെടൽ നടത്തി നഷ്ടപരിഹാരം നൽകാനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. അത് അനിവാര്യവുമാണ്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. ഈ തവണ നല്ല ശക്തമായ രീതിയിൽ മഴയുണ്ടായി, നല്ല രീതിയിൽ വിളവുണ്ടായി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ മഴക്കാലം വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കാറ്റ് വന്നപ്പോൾ മൊത്തം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ട്. ഇപ്പം എൻ്റെ മാത്രമല്ല, ഒരുപാട് ആളുകളുടെ ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോൺ എടുത്തും ഗോൾഡ് പണയം വെച്ചും കുടുംബശ്രീ ഒക്കെ വഴിയായിട്ടൊക്കെ ഞങ്ങൾ ഒത്തിരി ലോണൊക്കെ എടുത്തൊക്കെയാണ് ചെയ്തത്. പക്ഷെ ഇത് കണ്ടു കഴിയുമ്പം സഹിക്കാൻ പറ്റുന്നില്ല. നല്ല വിളവായിരുന്നു ഈ വർഷം. കഴിഞ്ഞ ദിവസം ഉണ്ടായ കാറ്റും മഴയിൽ വ്യാപകമായി, ഒരാളുടെ തന്നെയല്ല, എൻ്റെ തന്നെയല്ല, എല്ലാ കർഷകരുടെയും ഇത് തന്നെയാണ് അവസ്ഥ. വളരെ ദയനീയമായ ഒരവസ്ഥയായി പോയി. പാട്ടത്തിൻ്റെ സ്ഥലമുണ്ട്, വായ്പ എടുത്തിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഉൽപ്പാദനം കൂടുതലായതുകൊണ്ട് വളരെ പ്രതീക്ഷയുള്ളൊരു വർഷമായിരുന്നു. നഷ്ടം നമുക്കിപ്പോൾ ഇങ്ങനെ ഒടിഞ്ഞു കിടക്കുന്ന ഏലത്തിൽ നിന്ന് അങ്ങനെ കണക്കാക്കാൻ പറ്റില്ല. കാരണം ഇതിപ്പോൾ വിളവെടുത്ത് തുടങ്ങുന്ന സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. ഈ സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ മൊത്തം ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ വർഷത്തെ ആദായം കംപ്ലീറ്റ് പോകും. സംസ്ഥാന സർക്കാരിൻ്റെയോ കൃഷി വകുപ്പിൻ്റെയോ സഹായം ഇപ്പോൾ എല്ലാ മേഖലകളിലും ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ ചെയ്യുവാണെങ്കിൽ കർഷകർക്ക് അതൊരു സഹായകരമായിരിക്കും.